തൃശൂർ പൂരത്തിനായി തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി ഈ വെടിക്കെട്ടിനുള്ള സാമഗ്രികൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന വെടിക്കെട്ട് പുരയിൽ ആണ് ഇത്തരത്തിൽ വലിയ അപകടം ഉണ്ടായത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയായിരുന്നു ഈ അപകടമുണ്ടായത്. ഇപ്പോഴും ഈ അപകടം നടന്ന പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിവിധ സ്ക്വാഡുകൾ അവിടെ എത്തിയിട്ടുണ്ട്. കടാവർ നായയുടെ സഹായത്തോടു കൂടിയുള്ള തെരച്ചിലുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇന്നലെ ഈ അപകടം ഉണ്ടായതിനു ശേഷമുള്ള വ്യാപകമായ തെരച്ചിൽ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ തന്നെ മുണ്ടത്തിക്കോട് കുട്ടംകുളം എന്ന് പറയുന്ന പാടത്ത് ആണ് ഈ തരത്തിൽ അപകടം ഉണ്ടായിട്ടുള്ളത്. ആളൊഴിഞ്ഞ ഒരു പ്രദേശം ആണിത്. 5 ഏക്കറോളം വരുന്ന സ്ഥലം ആണ് ഇവിടെ ഏതാണ്ട് 8 പുരകൾ ഈ വെടിക്കോപ്പുകളും മറ്റുമൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതിലേതാണ്ട് 5 എണ്ണം പൂർണ്ണമായും തന്നെ നശിച്ചു എന്നുള്ളതാണ്. പല വെടിക്കെട്ട് പുരകളുടെയും ഭിത്തികൾ അടക്കം തകർന്ന് അത് മീറ്ററുകളോളം ചിന്നിച്ചിതറി എന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിച്ചുകൊണ്ട് ഇരിക്കുന്ന വിവരം. അതായത് ഏതാണ്ട് 100 മീറ്റർ വരെയൊക്കെ ഹോളോ ബ്രിക്സിൻ്റെ പാളികൾ ഭാഗങ്ങൾ തെറിച്ചുപോയി എന്നൊക്കെ ആ പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം കുഴിമിന്നൽ, ഗുണ്ട്, ഡൈന, മാലപ്പടക്കം അത്തരത്തിൽ ഉള്ള സ്ഫോടക വസ്തുക്കൾ അതല്ലെങ്കിൽ വെടിക്കെട്ടിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒക്കെ സൂക്ഷിച്ചിരുന്ന ഭാഗത്ത് ആണ് ആദ്യം തന്നെ തീപിടുത്തം ഉണ്ടായത് എന്നതാണ് പ്രാഥമികമായ നിഗമനം. നേരത്തെ DGP സംഭവസ്ഥലത്ത് എത്തുകയും പ്രാഥമികമായ വിവരങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിലൊന്നും ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല എന്നതുകൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയാണ്. കൃത്യമായ അന്വേഷണം നടന്നതിന് ശേഷം മാത്രമേ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ലഭിക്കുമ്പോൾ കടുത്ത ചൂട് ആകാം ഇങ്ങനെയൊരു അപകടത്തിന് കാരണമായിട്ടുള്ളത് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ തിരി വാരിക്കൂട്ടുന്നതിന് ഇടെ കനത്ത ചൂട് മൂലം ഉണ്ടായ തീപ്പൊരിയാകാം ഇങ്ങനെയൊരു സ്ഫോടനത്തിലേക്ക് കലാശിച്ചത് എന്ന തരത്തിൽ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആൾ പ്രതികരിച്ച സാഹചര്യം കൂടിയുണ്ട് എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിട്ട്, കുഴിമിന്നൽ, ഡൈന തുടങ്ങിയവയിൽ എല്ലാം തന്നെ ഈ കരിമരുന്ന് കൊളുത്താൻ ഉപയോഗിക്കുന്നത് തിരി ആണ്. ഈ തിരി രാസലായനിയിൽ അടക്കം മുക്കിയ ശേഷം പായയിൽ ആണ് ഉണക്കാൻ ഇടുന്നത്. ഇപ്പോഴത്തെ അതികഠിനമായ ചൂട് മൂലം വളരെ പെട്ടെന്ന് ഈ തിരികൾ ഉണങ്ങിക്കിട്ടിയിരുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ തിരികൾ കൂട്ടത്തോടെ വാരിക്കൂട്ടി ആണ് എടുക്കുന്നത്. അതിനിടെ ഉണ്ടായ ചെറിയ സ്പാർക്കിങ് ആകാം ഇത്തരത്തിലൊരു തീപ്പൊരിയിലേക്ക് എത്തിച്ചത് എന്ന സൂചനകളും ഉണ്ട്. എന്തായാലും കിലോ കണക്കിന് വെടിമരുന്ന് ആണ് അവിടെ സൂക്ഷിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വെടിക്കോപ്പുകളെല്ലാം തന്നെ നിർമ്മിച്ചുകൊണ്ടും ഇരുന്നത്. അങ്ങനെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ആയിരുന്നു അപകടം എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. 40ഓളം പേർ ഈ അപകട സമയത്ത് അവിടെ നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവർ തന്നെ ഒരു പുരയിൽ ആയിരുന്നോ ഒരുമിച്ചിരുന്നത് എന്നതിൽ വ്യക്തതയില്ല. ഉച്ചയൂണിനു വേണ്ടി ചിലർ അവിടെ നിന്ന് പിരിഞ്ഞു പോയിരുന്നു എന്ന തരത്തിലും പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം മാധ്യമങ്ങൾ അടക്കം നേരത്തെ ഈ തയ്യാറെടുപ്പുകൾ എന്തൊക്കെ എന്ന് അറിയുന്നതിന് വേണ്ടി അവിടെ എത്തിയിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടമുണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പുള്ള ദൃശ്യങ്ങൾ പോലും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു പക്ഷേ മാധ്യമങ്ങൾ മാത്രം ആകണമെന്നില്ല. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാകുന്ന ഓൺലൈൻ ചാനലുകൾ ഉണ്ട്, യൂട്യൂബർമാർ ഉണ്ട്. അങ്ങനെയൊക്കെ ആര് വേണമെങ്കിലും ഇവിടേക്ക് എത്തിയിട്ടുണ്ടാകാം ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതിൻ്റെ വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ. ഇപ്പോഴിതാ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് വെടിക്കെട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന അമിട്ടുണ്ട്, കുഴിമിന്നലുണ്ട്, ഡൈനയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വെടിക്കോപ്പുകളാണ്. അമിട്ടുകൾ പോലെയുള്ള പലതരത്തിലുള്ള നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഈ സ്ഫോടനം നടക്കുന്നത് അല്ലെങ്കിൽ ഇവ പൊട്ടിത്തെറിച്ചാണ് ഈ തരത്തിൽ വലിയ ഉഗ്ര ശബ്ദം ഉണ്ടാകുന്നത്, വർണ്ണവിസ്മയ കാഴ്ചകൾ ഉണ്ടാകുന്നത്. ഇതിനെല്ലാം തിരി എന്ന് പറയുന്നത്, അതായത് ഇതിലേക്ക് തീ പകരുന്നത് തിരിയിലൂടെയാണ്. ആ തിരി കൂട്ടമായി ഉണക്കാൻ ഇട്ടിരുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നേരത്തെ പ്രേക്ഷകർ കണ്ടത്. അതായത് രാസലായനിയിൽ മുക്കിയതിന് ശേഷം ഇവ കൂട്ടമായി ഉണക്കാൻ ഇടുന്നു. അതിങ്ങനെ
ഉണക്കാനിട്ട ശേഷം അതെല്ലാം ഒരുമിച്ച് കൂട്ടിയെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ അപകടത്തിൽ പെട്ടുപോയവർ ഈ നിർമ്മാണ പ്രവൃത്തികളിൽ വ്യാപൃതരായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള വെടിക്കെട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന വെടിക്കോപ്പുകൾ ആണ്. അതിൽ ഉഗ്രശേഷിയുള്ള വലിയ സ്ഫോടന ശബ്ദം ഉണ്ടാക്കുന്ന ഡൈനമിറ്റുകൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുഴിമിന്നി ഉൾപ്പെടെ, അതായത് ഇത് മാലപ്പടക്കം എന്നൊക്കെ പറയുന്ന ഒന്നാണ്. നമുക്ക് അറിയാം, ഇതിപ്പോൾ ഉത്സവ സമയങ്ങളിൽ മാത്രമല്ല, ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയമൊക്കെ ആഘോഷിക്കുമ്പോൾ പോലും ആളുകൾ ഈ മാലപ്പടക്കമൊക്കെ പൊട്ടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള പടക്കങ്ങളുടെ നിർമ്മാണം, വെടിക്കോപ്പുകളുടെ നിർമ്മാണത്തിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇത് ഈ അപകടമുണ്ടാകുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ ഇവരിൽ ആരൊക്കെ ഇപ്പോൾ ശേഷിക്കുന്നുണ്ട് എന്ന് പോലും നമുക്ക് അറിയില്ല. അതാണ് ഏറെ ദുഃഖത്തോടു കൂടി പറയേണ്ടത്. വളരെ വേഗത്തിൽ എന്തായാലും ഈ മേഖലയിൽ പ്രാവീണ്യം ലഭിച്ചവർ തന്നെയാണ് ഈ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് എന്ന് വേണം നമുക്ക് അവരുടെ ഒരു മെയ്വഴക്കവും സ്പീഡും ഒക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ്. ഈ കാണുന്നതാണ് ഈ തിരി എന്ന് പറയുന്നത്. ഇതിങ്ങനെ കൂട്ടത്തോടെ ഉണക്കാൻ ഇട്ടിരുന്നു. അതായത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടിയിരുന്നു എന്നതാണ്. ഈ രാസലായനിയിൽ മുക്കിയ ഈ തിരികൾ മണിക്കൂറുകൾക്കകം തന്നെ ഉണങ്ങുന്നു എന്നതാണ് അവർ പറഞ്ഞത്. അതിന് കാരണം ഈ ശക്തമായ ചൂട് ആണ്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ചേട്ടൻ, അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ അതിനപ്പുറത്ത് ഒരു സ്ത്രീയുണ്ട്. അവർ ഈ അപകടത്തിൽ പെട്ടുപോയോ എന്നതിലൊന്നും വ്യക്തതയില്ല. സ്ത്രീകൾ ഉൾപ്പെടെ മരണപ്പെട്ടിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്നതാണ്. തിരിച്ചറിഞ്ഞത് കേവലം 3 പേരെയാണ്. അതായത് ഔദ്യോഗികമായി നമുക്ക് തിരിച്ചറിഞ്ഞവരുടെ പേരുവിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതിൽ സ്ത്രീകൾ ഒന്നും തന്നെ ഇല്ല. പക്ഷേ മൃതദേഹങ്ങൾ 13 മൃതദേഹങ്ങൾ ഏതാണ്ട് മൃതദേഹ രൂപത്തിൽ തന്നെ, അതായത് മനുഷ്യരൂപത്തിൽ തന്നെ ലഭിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവരിൽ 3 പേരെ മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന വിവരങ്ങൾ സംബന്ധിച്ചാണ് പ്രേക്ഷകരുമായി ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം 3 പേരെ മാത്രമാണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ തിരിച്ചറിയണമെങ്കിൽ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതിന് DNA അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് എടുത്ത് പറയേണ്ടത്. അങ്ങനെയുള്ള പരിശോധനാ ഫലത്തിലൂടെ മാത്രമേ വളരെ കൃത്യമായ ഒരു കണക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പ്രാഥമികമായി നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് വിവരം. ആ വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ മൃതദേഹങ്ങൾ ലഭിച്ചതിൽ നിന്ന് മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്നവർ ഇവരൊക്കെയാണ്. പഴയന്നൂർ വെണ്ണൂർ പാറക്കുണ്ടിൽ വീട്ടിൽ സുദർശനൻ 54 വയസ്സാണ്. പാലക്കാട് കല്ലൂർ കുമരനെല്ലൂർ മടിപ്പുറത്ത് വീട്ടിൽ കോർമൻ മകൻ വാസുദേവൻ 54 വയസ്സാണ്. കുണ്ടന്നൂർ പുതുക്കാട്ടിൽ വീട്ടിൽ വിജയൻ മകൻ സുബിൻ 39 വയസ്സാണ്. ഇങ്ങനെ 3 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. സുദർശനൻ, വാസുദേവൻ, സുബിൻ എന്നിങ്ങനെ 3 പേരെ മാത്രമാണ് ഒഫീഷ്യലി തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള തിരിച്ചറിയൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അപകടത്തിൽ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാവുന്ന മറ്റുള്ള പേരുകൾ, അതിൽ ഒന്ന് ബിജീഷിൻ്റേതാണ്, മറ്റൊന്ന് വിഷ്ണു വിനോദിൻ്റേതു കൂടിയാണ്. ഈ ദൃശ്യങ്ങളിൽ ഞങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കുന്ന ഈ 3 പേർ, അതിൽ സുബിൻ, സുദർശനൻ, വാസുദേവൻ എന്നിവർ മരണപ്പെട്ടു എന്നത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അനൗദ്യോഗികമായി സ്ഥിരീകരിക്കാവുന്ന പേരുകൾ ആണ് ബിജീഷിൻ്റെയും അതോടൊപ്പം തന്നെ വിഷ്ണു വിനോദിൻ്റെയും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് മരണം സ്ഥിരീകരിച്ചവരിൽ ഇപ്പോഴും സ്ത്രീകൾ ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ ആയിരുന്നു അവിടെ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരുന്നത്. 40ഓളം പേർ ഉണ്ടായിരുന്നു ജോലികളിൽ എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടിയവർ, ഡിസ്ചാർജ് ചെയ്തവർ, മരണം സ്ഥിരീകരിച്ചവർ, മറ്റു മൃതദേഹങ്ങൾ, ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ 38 പേർ ഉണ്ട് എന്നത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ട്. സതീഷ് 46 വയസ്സ്, പ്രവീൺ 45 വയസ്സ് എന്നിവർ ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. അതായത് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇവരുടെ സാഹചര്യം എന്നതാണ് എടുത്തു പറയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.